ഒരു പുരുഷൻ ഒരു സ്ത്രീയെ 2 മിനിറ്റ് നേരം അനാവശ്യമായി നോക്കിയാൽ ക്രിമിനൽ കേസെടുക്കാൻ നിയമമുള്ള ഒരു നാടാണ് കേരളം. ആ കേരളത്തിലാണ് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന നടിമാരെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ആ രംഗത്ത് തന്നെ പ്രവർത്തിക്കുന്ന നടന്മാരും സംവിധായകരും നിർമ്മാതാക്കളും അതുപോലുള്ള മറ്റ് ടെക്നീഷ്യൻസ് എല്ലാം പീഡിപ്പിച്ചു എന്നുള്ള ആരോപണം തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നു. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും അതിലെ പേരെടുത്ത് പറയാതിരുന്ന ആ കഥാപാത്രങ്ങൾ തന്നെ അല്ലെങ്കിൽ ആ ഇര തന്നെ മുന്നോട്ട് വന്ന് സത്യം വിളിച്ചു പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിലെ സിനിമാ രംഗം മാറിയിരിക്കുന്നു. പലരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് തങ്ങളുടെ അനുഭവങ്ങൾ വിവരിക്കുന്നു. ഇവിടെയെല്ലാം സാധാരണക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വീണ്ടും എന്തിനാണ് ഒരു അന്വേഷണം? പുതുതായി 7 പേരുള്ള ഒരു അന്വേഷണ സംഘത്തെ നിയമിക്കുന്നു. അതിൽ തന്നെ ഒരാള് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിന്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചു എന്നുള്ള ആരോപണം ഈ സംഘത്തിലുള്ള ഒരാൾ അങ്ങനെ പ്രവർത്തിച്ചു എന്ന് ഒരു നിയമ വിദഗ്ധൻ തന്നെ പുറത്തു പറയുന്നു. ഇപ്പൊ ഇങ്ങനെയെല്ലാം ഉള്ള അനുഭവങ്ങളാണ് ഓരോരുത്തരും തുറന്നു പറയുന്നത്. ഇപ്പോൾ ഈ നടിമാരെല്ലാം അവർക്കുണ്ടായ അനുഭവങ്ങൾ വിളിച്ചു പറയാൻ ഇടയായ സാഹചര്യം എന്ന് പറയുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് ഇരുന്നത് കൊണ്ടും പുറത്ത് വിട്ടപ്പോൾ അതിൽ നിന്നും കുറെ 63 പേജുകൾ മാറ്റുകയും വീണ്ടും ചില പേജുകൾ വെട്ടിമാറ്റുകയും ചെയ്തതുകൊണ്ടാണ് പല അനുഭവസ്ഥരും മുന്നോട്ട് വന്ന് തനിക്കുണ്ടായ അനുഭവം അങ്ങനെ തന്നെ പീഡിപ്പിച്ചവരുടെ പേര് വിവരം പരസ്യമായി വിളിച്ചു പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് മലയാള ലോകം എത്തിയത്. പിന്നെ എന്തിനാണ് ഈ അനുഭവം? ഒരു സ്ത്രീ വന്ന് പറയാണ്, പരസ്യമായി ലോകത്തോട് വിളിച്ചു പറയാണ്, ഇന്ന നടൻ പീഡിപ്പിച്ചു, ഇന്ന സംവിധായകൻ പീഡിപ്പിച്ചു, ഇന്ന നിർമ്മാതാവ് എന്ന ഈ രീതി പീഡിപ്പിച്ചു. ഇതെല്ലാം രഹസ്യമായി പറയുക അല്ല ചെയ്തത്, പരസ്യമായി ലോകത്തോട് വിളിച്ചു പറയുക ചെയ്തത് പ്രധാനപ്പെട്ട ചാനലുകളിൽ. പിന്നെ എന്തിനാണ് വീണ്ടും ഒരു അന്വേഷണം? ആരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണെന്നാണ് സാധാരണ ജനങ്ങൾ ചോദിക്കുന്നത്. കാരണം ദിനംപ്രതി നടക്കുന്ന കാര്യങ്ങൾ സാധാരണ ജനങ്ങൾ മാധ്യമങ്ങൾ കൂടിയും അല്ലാതെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ആരോപണ വിധേയർ ഒരു സാധാരണക്കാരനായിരുന്നുവെങ്കിൽ അവരെല്ലാം ആ സാധാരണക്കാരെല്ലാം ഇന്ന് ജയിലിനുള്ളിൽ കഴിയുമായിരുന്നു. അപ്പൊ ഇവർക്ക് എന്താണ് ഒരു പ്രത്യേക നിയമം? എല്ലാവർക്കും ഒരുപോലെയല്ലേ? ഇവിടെയാണ് ചില ചോദ്യചിഹ്നങ്ങൾ അവശേഷിക്കുന്നത്. ഒരിക്കൽ ഒരു മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നീതി ലഭിക്കണമെങ്കിൽ പോക്കറ്റിൽ കരം വേണം. ആ മുഖ്യമന്ത്രിയെ അന്ന് ഒരു കോടതി 500 രൂപ ശിക്ഷിച്ചു. ആ മുഖ്യമന്ത്രി മറ്റാരുമായിരുന്നില്ല, ശ്രീ EMS നമ്പൂതിരിപ്പാടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഇപ്പോഴും അത് തന്നെയാണ് തുടരുന്നത്. പോക്കറ്റിൽ കരമുള്ളവരെ നിയമം അല്ലെങ്കിൽ അവർക്ക് നിയമത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള നടപടികളിൽ നിന്നും രക്ഷപ്പെടുന്നതിനുള്ള അവസരങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനം, അത് എത്രത്തോളം ജനാധിപത്യ സംവിധാനത്തിൽ നല്ല ആണ് എന്നതിനെ കുറിച്ച് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും അതുപോലുള്ള മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും എല്ലാം ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.
ഏത് കാര്യത്തിനും പ്രസ്താവനകളുമായി മുന്നോട്ട് വരുന്ന സാംസ്കാരിക നായകന്മാർ, സാഹിത്യകാരന്മാർ, അതുപോലുള്ള എഴുത്തുകാർ അവരൊന്നും മുന്നോട്ട് വന്ന് അവരുടേതായ അഭിപ്രായം പറഞ്ഞതായി അറിവില്ല. അവർ ഒരുപക്ഷെ ചിന്തിക്കുന്നത്, ഞാൻ ഈ നടന്മാർക്ക്, നിർമ്മാതാക്കൾക്ക്, സംവിധായകർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എഴുതിയ ഒരു തിരക്കഥ, ഞാൻ എഴുതിയ ഒരു കഥ, ഞാൻ എഴുതിയ ഒരു പുസ്തകമൊന്നും പിന്നെ സിനിമാ ലോകത്തേക്ക് വരില്ല. ആ ഭയം കൊണ്ടാവാം അവരെല്ലാം ഇപ്പോൾ ഉൾവലിഞ്ഞിരിക്കുന്നത്. പല അനുഭവങ്ങളുള്ള പല ഡസൻ കണക്കിന് നടിമാരുണ്ട്. അവരെല്ലാം പിന്നോട്ട് ഉൾവലിഞ്ഞതിന്റെ കാരണവും ഇത് തന്നെയായിരിക്കും. തനിക്കുണ്ടായ അനുഭവം വെളിപ്പെടുത്തിയാൽ പിന്നീട് ഒരിക്കൽ പോലും എനിക്ക് സിനിമയിൽ മുഖം കാണിക്കാൻ കഴിയില്ല എന്ന ഭയമായിരിക്കും അവരെയെല്ലാം പിന്നോട്ട് വലിച്ചിട്ടുള്ളത്. ഇവിടെയെല്ലാം നീതി, എല്ലാവർക്കും നീതി ലഭിക്കണം, അത് നടപ്പിലാക്കേണ്ട, അതിനുള്ള അവസരമൊരുക്കേണ്ട, അതിനുള്ള സംരക്ഷണം ഒരുക്കേണ്ടത് ഭരണകൂടമാണ്. ആ ഭരണകൂടം ആണ് വീണ്ടും ഒരു അന്വേഷണം. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ എന്ന് പറയുന്നത് അവരൊരു ഹൈക്കോടതി ജഡ്ജായിരുന്ന ജസ്റ്റിസായിരുന്നവരാണ്. അവർ ചെയർപേഴ്സൺ ആയിട്ടുള്ള ഒരു കമ്മീഷൻ, ആ കമ്മീഷന്റെ പേര് പിന്നെ കമ്മിറ്റി എന്നാക്കി. അവരെ മുന്നിൽ വെളിപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ മറ്റാരുടെ മുന്നിലാണ് ഇനി വെളിപ്പെടുത്തേണ്ടത്. മാത്രവുമല്ല, അവർ പരസ്യമായി ചാനലിന്റെ മുന്നിൽ വന്ന്, മൈക്കിന്റെ മുന്നിൽ വന്ന് തങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു. അങ്ങനെയെല്ലാം അവർ തുറന്നു പറഞ്ഞ സാഹചര്യത്തിൽ അവർ വീണ്ടും പരാതി എഴുതി തരണം, അല്ലെങ്കിൽ പരാതിയിൽ ഉറച്ചു എഴുതി തന്നിട്ട് എഴുതി കൊടുത്താൽ മാത്രം പോരാ, ആ പരാതിയിൽ ഉറച്ചു നിൽക്കുക കൂടി വേണം. ഇതെല്ലാം ഏത് സാധാരണക്കാർക്കും ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇതിൽ ആരെയൊക്കെയോ രക്ഷപ്പെടുത്താൻ, ആരെയൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഇതെല്ലാം എന്ന കാര്യം ഇവിടുത്തെ സാധാരണക്കാർക്കെല്ലാം അതിനൊന്നും വലിയ ബൗദ്ധിക കേന്ദ്രമൊന്നും ആവശ്യമില്ല. സാധാരണക്കാർ തൊട്ട് എല്ലാവർക്കും അതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നതാണ്. ഇന്ന് ഈ പീഡനത്തിന് ഇരയായ ആരെല്ലാമാണെന്നും ആ പീഡനം നടത്തിയത് ആരെല്ലാമാണെന്നും ഇന്ന് എല്ലാ മേഖലകളിലുമുള്ള ജനങ്ങൾ സംസാരിക്കുന്നു. അതൊന്നും ഒരുപക്ഷെ നിയമാനുസൃതം അല്ലെങ്കിൽ അതിന്റെ പേരിലൊന്നും നിയമ നടപടികളിലേക്ക് കടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ അത് മനസ്സിലാക്കാം. പക്ഷെ ഇര തന്നെ മുന്നോട്ട് വന്ന് എനിക്കുണ്ടായ അനുഭവം ഇതാണെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അവിടെ പിന്നെ എന്താണ് ഈ തെളിവ്? അവിടെ ഈ സാക്ഷി വേണം. ഇത്തരം സംഭവങ്ങൾക്കൊന്നും സാക്ഷിയെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെല്ലാം ഇത് ഏത് ലോകത്താണ് ഇവരെല്ലാം ജീവിക്കണമെന്ന് അറിയാൻ പാടില്ല. പിന്നെ മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം കൊല്ലം MLA മുകേഷിന്റെ വീട്ടിലേക്കും ഓഫീസുകളിലേക്കും അവിടെ യൂത്ത് കോൺഗ്രസുകാർ മാർച്ച് നടത്തി അവർ റോഡ് ഉപരോധിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ, അതിനുശേഷമാണ് അതെല്ലാം കഴിഞ്ഞാണ് ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത്. എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക്, അന്ന് ഉമ്മൻചാണ്ടിയുടെ വീട്ടിലേക്ക് സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയില്ല? എന്താണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയില്ല? എന്താണ് AP അനിൽകുമാറിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയില്ല? അങ്ങനെ ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ചില മന്ത്രിമാരുടെ പേരിലെല്ലാം വന്ന് ഇത്തരം കേസുകൾ അതെല്ലാം പരസ്യമായി വന്നിട്ടുള്ളതാണ്. അതിലൊന്നും ഇല്ലാത്തൊരു വികാരം ഒരാളിന്റെ കാര്യത്തിൽ മാത്രം എടുക്കുന്നത്. അവിടെ രാഷ്ട്രീയം, ഞാൻ ആരെയും സംരക്ഷിക്കാൻ വേണ്ടി പറയല്ല, അവിടെയാണ് രാഷ്ട്രീയം ജനം കാണുന്നത്. ഇവിടെ എല്ലാത്തിനും രാഷ്ട്രീയമാണ്. റോഡിൽ ഒരു നായ് ചത്ത് കിടന്നാൽ അവിടെയും രാഷ്ട്രീയം വരും. ഈ രാഷ്ട്രീയം കൊണ്ട് ജനങ്ങൾക്ക് വല്ല പ്രയോജനവും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യമാണ് ഉത്തരം. ഇന്നിവർക്ക് നിരാഷ്ട്രീയമല്ല പറയുന്നത്. ആ രാഷ്ട്രീയത്തിന്റെ ശരിയും തെറ്റും തിരിച്ചറിഞ്ഞുകൊണ്ട്
രാഷ്ട്രീയത്തിന്റെ യാഥാർത്ഥ്യം കണ്ടെത്തിക്കൊണ്ട് ആ യാഥാർത്ഥ്യം കണ്ടെത്തി ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു സമരത്തിന് മാത്രമേ നിലനിൽപ്പുണ്ടാവൂ. ഒരു സമരം നടത്തുമ്പോൾ ആ സമരത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം എന്താണ്, അതിൽ പറയുന്ന പരാതികൾ, ആ സമരത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന മറ്റ് കാര്യങ്ങൾ എന്തെല്ലാമാണ്, അതുകൊണ്ട് ജനങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത്, തങ്ങളുടെ പാർട്ടിക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത് എന്നെല്ലാം ചിന്തിച്ച് ഒരു പ്രയോജനമില്ലാത്തൊരു കാര്യത്തിന് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി റോഡ് ഉപരോധിക്കുന്ന ഒരു സമരം, അതൊക്കെ കാലഘട്ടപ്പെട്ടതാണ്. അതൊന്നും ഇന്ന് ആരും അംഗീകരിക്കുകയോ അതിനൊന്നും പ്രാധാന്യം നൽകുകയോ ചെയ്യില്ല. അത് എന്ന് തിരിച്ചറിയണം. എന്തായാലും ഇപ്പോഴും വന്ന, അല്ലെങ്കിൽ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന, ഇനിയും വന്നുകൊണ്ടിരിക്കാൻ സാധ്യതയുള്ള മലയാള സിനിമാ ലോകത്തെ ആകെ പ്രകമ്പനം കൊള്ളിത്തിരിക്കുന്ന മലയാള സിനിമാ ലോകത്തെ ഒരു വൃത്തികെട്ട വഴിയിലേക്ക്, ഒരു വൃത്തികെട്ട രീതിയിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് പോകുന്ന ഒരു വളരെ വികൃതവും നികൃഷ്ടവുമായ സംഭവ വികാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇത് എന്താണ് ഒരു പോംവഴി? ഇതിൽ നിന്നും മലയാള സിനിമാ ലോകത്തെ എങ്ങനെയാണ് സംശുദ്ധമാക്കാൻ കഴിയുക എന്ന് ഇനിയെങ്കിലും ഇത്തരം അനുഭവങ്ങളുടെ കാഠിന്യം പൂർണ്ണമായും ഈ സംഭവങ്ങളെ ഒന്നും ഒഴിവാക്കാനൊന്നും കഴിയുമെന്ന് തോന്നുന്നില്ല. എങ്കിലും അതൊന്നും ഒരു പരസ്യ കാര്യമാവാതെ, ശാരദ പറഞ്ഞ പോലെ മുമ്പും ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അന്നെല്ലാം അതിനൊരു രഹസ്യ ഭാവമുണ്ടായിരുന്നു. ഇന്നത്തെ ആർട്ടിസ്റ്റുകൾക്ക് ആ രഹസ്യ ഭാവമൊന്നുമില്ല. അവർ പലതും പരസ്യമായി തന്നെയാണ് നടത്തുന്നത്. അത് പത്രത്തിൽ അറിഞ്ഞാലൊന്നും അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ആ നിലയിലേക്ക് നമ്മുടെ സമൂഹം, അല്ലെങ്കിൽ പുതിയ തലമുറ, അത് സിനിമാ ലോകം മാത്രമല്ല, മറ്റു പല മേഖലകളിലും, വിദ്യാഭ്യാസ മേഖല അടക്കമുള്ള മേഖലകളിൽ അത് എങ്ങനെയോ വന്നുപെട്ടിരിക്കുന്നു. അതിൽ നിന്നും ഉടനെയൊന്നും മോചനം ലഭിക്കുമെന്നും തോന്നുന്നില്ല. എങ്കിൽ തന്നെയും മറയ്ക്കേണ്ടത് മറച്ചുകൊണ്ടും രഹസ്യഭാവം നിലനിർത്തിക്കൊണ്ടും ആയിരിക്കണം കാര്യങ്ങൾ നടത്തേണ്ടത്. പ്രത്യേകിച്ചും സിനിമ പോലുള്ള പ്രത്യേകിച്ചും കലാരംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർ, ജനങ്ങൾ തരുന്ന അംഗീകാരം, ജനങ്ങൾ പറയുന്ന, അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ ഒരു മാന്യത, ബഹുമാന്യത, അതൊക്കെ നിലനിർത്താൻ ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ പ്രതികരണം പൂർത്തിയാക്കുന്നു. നന്ദി, നമസ്കാരം.